Celebrating 50 years. Majestic Jewelers. തിരുഗൾഫ് മാർക്കറ്റ് കൈതോളപ്പ് റോഡിലെ കുരുക്കഴിക്കാം നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ തീരുമാനം. പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലം അനുവദിച്ചു നൽകും. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പിഴ ചുമത്തും. തീരുമാനം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകി. തിരൂർ ഗൾഫ് മാർക്കറ്റ് കൈതോളപ്പ് റോഡിലെ കുരുക്കഴിക്കാം നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ തീരുമാനം. അനധികൃത വാഹന പാർക്കിംഗ് കാരണം കാൽനടയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് റോഡിലെയും കൈതോളപ്പ് റോഡിലെയും ഗതാഗത കുരുക്കഴിക്കാൻ തീരുമാനമായത്. തിങ്കളാഴ്ച മുതൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തും. ഗൾഫ് മാർക്കറ്റ് റോഡിൽ പാർക്കിംഗ് സ്ഥലങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്യും. കൈതോളപ്പ് റോഡിൽ പൂർണ്ണമായും പാർക്കിംഗ് ഒഴിവാക്കും. ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിനെ കൂടാതെ ട്രോമ കെയർ, മുനിസിപ്പൽ ജീവനക്കാർ എന്നിവരെ നിയോഗിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ജനങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. ഒരുപാട് പേരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഇന്നിവിടെ ഇൻസ്പെക്ഷൻ നടത്തുകയുണ്ടായി. ട്രാഫിക് അഡ്വൈസറി ബോർഡിൻ്റെ തീരുമാനപ്രകാരം ഇനി അനധികൃതമായ പാർക്കിങ്ങുകൾ ഒഴിവാക്കി ഒരു നിശ്ചിത ഭാഗം നമ്മുടെ വ്യാപാരികളുടെയും ഇവിടെയുള്ള യാത്രക്കാരുടെയും സൗകര്യം കണക്കിലെടുത്ത് ഒരു നിശ്ചിത പരിധി പാർക്കിങ്ങിന് വേണ്ടി അനുവദിച്ചു കൊടുക്കുകയും ബാക്കി അനധികൃതമായി പാർക്ക് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഫൈനടച്ച് എടുത്തു മാറ്റാനുമാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് എല്ലാ പൊതുജനങ്ങളും വ്യാപാരികളും നഗരസഭയോട് സഹകരിക്കണം. നിർദ്ദേശിച്ച സ്ഥലത്ത് മാത്രമേ പാർക്കിംഗ് അനുവദിക്കൂ. അല്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ പിഴ ചുമത്തുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പറഞ്ഞു. തിങ്കളാഴ്ച മുതൽ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കാണും. അതിനപ്പുറത്തുള്ള സൗകര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ നഗരസഭയും പോലീസും ഇറങ്ങിയിരിക്കുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ജനങ്ങൾ ഇതുമായി സഹകരിച്ച് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സലാം മാസ്റ്റർ, കൗൺസിലർ സതീഷ് മാവുങ്കുന്ന, മുനിസിപ്പൽ സെക്രട്ടറി ശിവദാസ്, കെ തങ്ങൾ, കെ സിതാലിക്കുട്ടി, കെ പത്മശ്രീ, RI സുഗതൻ, ട്രാഫിക് SI, വ്യാപാരി പ്രതിനിധികളായ OP ഷാജാൻ, അൻവർ സാദത്ത്, നിസാർ തുടങ്ങിയവരും സംബന്ധിച്ചു. നഗരസഭയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും വ്യാപാരികളുടെ എല്ലാ പിന്തുണയും ഇതിനുണ്ടാകുമെന്നും ഗൾഫ് മാർക്കറ്റിലെ വ്യാപാരികളും പറഞ്ഞു. നമുക്കറിയാം, ഈ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വലിയ ജനക്കൂട്ടം ഉണ്ടായതിൻ്റെ പേരിൽ അതിൻ്റെ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ജനങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയർപേഴ്സണും മറ്റുള്ള ഉദ്യോഗസ്ഥർ, ട്രാഫിക് ടീം എല്ലാവരും ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ നമ്മളായിട്ട് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗൾഫ് മാർക്കറ്റിൻ്റെ യൂത്ത് ലിവിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടും സഹകരണവും അത് നിയന്ത്രിക്കുന്ന ഭാഗമായിട്ടും ജനങ്ങൾക്കുള്ള സുഗമമായ നടത്തിപ്പിനും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊള്ളുന്നു.